ഹായ് ഗുഡ് മോർണിംഗ്. ഓക്കെ, നമ്മൾ കുറച്ച് ദിവസമായി കണ്ടിട്ടില്ലേ, കുറച്ചെല്ലാം അത്യാവശ്യം ആയിട്ടുണ്ടല്ലേ ഇംഗ്ലീഷിൻ്റെ ക്ലാസ് എടുത്തിട്ട്. അപ്പോൾ സാർ ഇന്ന് വീഡിയോ ആണ് എടുക്കുന്നതെങ്കിലും സാറിനെ കാണാത്ത രീതിയിലാണ് എന്ത് ചെയ്യുന്നത്, വീഡിയോ എടുക്കുന്നത്. നിങ്ങൾക്ക് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്ക് മാത്രമേ കാണാൻ സാധിക്കുന്നുള്ളൂ, സാറെ സൗണ്ട് മാത്രമേ കേൾക്കുന്നുള്ളൂ അല്ലേ. ഓക്കെ, ഇതിലെന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങളത് പറയണം കേട്ടോ മക്കളെ. ഓക്കെ, നിങ്ങൾ സ്കൂളിൽ ഇപ്പോൾ തേർഡ് ചാപ്റ്റർ എത്തിയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നുണ്ട്. ഓക്കെ, നമുക്കിന്ന് ഈ ചാപ്റ്റർ കംപ്ലീറ്റ് ചെയ്യാം കേട്ടോ. വി സ്റ്റോപ്പ് ദ ലാസ്റ്റ് ക്ലാസ് പേജ് നമ്പർ 22 അല്ലേ. ലാസ്റ്റ് പാരഗ്രാഫിൻ്റെ അവിടെ നമ്മൾ നിർത്തിയല്ലേ. എവിടെ നിർത്തിയത്? ഡ്യൂറിങ് ദ ബ്രേക്ക് സർ വുഡ് ഓഫൻ ഗിവ് മീ സം മണി ടു ഗോ ആൻഡ് ഹാവ് എ വടപ്പാവ് അല്ലേ, എ പോപ്പുലർ മുംബൈ ഫാസ്റ്റ് ഫുഡ്. അതായത് മുംബൈയിലെ ഒരറിയപ്പെട്ട ഫാസ്റ്റ് ഫുഡായ വടപ്പാവ് കഴിക്കാൻ സാർ എന്ത് ചെയ്യും, ബ്രേക്കിനിടയിൽ തന്നെ പണം തന്ന് വിടാറുണ്ട്. അവിടെ വരെ നമ്മൾ സ്റ്റോപ്പ് ചെയ്ത്. നെക്സ്റ്റ് നമ്മൾ പറയാൻ പോകുന്നത് നെക്സ്റ്റ് പാസേജ്. ബിറ്റ്വീൻ 5 PM ആൻഡ് 7 PM ഐ വുഡ് ഹാവ് 5 more നെറ്റ് സെഷൻസ്. അതായത് 5 മണിക്കും 7 മണിക്കും ഇടയിൽ എനിക്ക് 5 നെറ്റ് സെഷൻ കൂടി ഉണ്ടാകുമായിരുന്നു അല്ലേ. അതായത് 5 മണിക്കും 7 മണിക്കും ഇടയിൽ നെറ്റ് സെഷൻ എന്ന് പറഞ്ഞാൽ ഇവിടെ ഉദ്ദേശം എന്താണ്? പ്രാക്ടീസ് തന്നെയാണ് കേട്ടോ, സച്ചിൻ്റെ പരിശീലനം. ടുവാർഡ്സ് ദ ലാസ്റ്റ് 15 മിനിറ്റ്സ് അവസാനത്തെ ആ 15 മിനിറ്റ് ആകുമ്പോൾ അല്ലേ, സർ വുഡ് പ്ലേസ് എ 1 rupee കോയിൻ ഓൺ ടോപ്പ് ഓഫ് ദ സ്റ്റംപ്സ് അല്ലേ. സാർ എന്ത് ചെയ്യും? സാർ ഒരു 1 രൂപ നാണയം അല്ലേ ആ കുറ്റിയുടെ, അതായത് സ്റ്റെമ്പിൻ്റെ മുകളിൽ വയ്ക്കും അല്ലേ. എന്നിട്ട് എന്താ പറയുക? ആൻഡ് ഇഫ് ഐ മാനേജ് ടു അവോയ്ഡ് ഗെറ്റിംഗ് ഔട്ട് ദ കോയിൻ വാസ് മൈൻ. അതായത് ഞാൻ പുറത്താകാതിരുന്നതിൽ വിജയിച്ചാൽ, അതായത് സ്റ്റെമ്പ് ഔട്ടായി കഴിഞ്ഞാൽ സ്റ്റെമ്പുമ്പോൾ ബോൾ തട്ടി കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ആ കോയിൻസ് താഴെ വീഴും. അപ്പോൾ അവൻ എന്ത് ചെയ്യില്ല, കോയിന് കിട്ടില്ല അല്ലേ. അങ്ങനെ എന്താണ്, ഞാൻ പുറത്താകാതിരുന്നതിൽ വിജയിച്ചാൽ ആ നാണയം എൻ്റേതായിരിക്കും. അതാണ് പറയുന്നത് കേട്ടോ. ഇഫ് ഐ മാനേജ് ടു അവോയ്ഡ് ഗെറ്റിംഗ് ഔട്ട്, അതായത് പുറത്താകാതിരുന്നാൽ എന്ത് ചെയ്യും, അതായത് ഔട്ടാകാതിരുന്നാൽ എന്ത് ചെയ്യും? ദ കോയിൻ വാസ് മൈൻ. കോയിൻ ആരുടേതായിരിക്കും? സച്ചിൻ്റേത് ആയിരിക്കും. ഓക്കെ, ഇൻ ദിസ് സെഷൻ എവറി ബോളർ ഇൻ ദ ക്യാമ്പ് വുഡ് കം ആൻഡ് ബൗൾ ടു മീ അല്ലേ. ഈ സെഷനിൽ അല്ലേ എന്താണ് എല്ലാ ബോളർമാരും എന്ത് ചെയ്തു? സച്ചിന് വന്ന് ബോൾ ചെയ്യും. അതായത് ഇൻ ദിസ് സെഷൻ എവറി ബോളർ ഇൻ ദ ക്യാമ്പ് വുഡ് കം ആൻഡ് ബൗൾ ടു മീ വിത്ത് സം 60 to 70 ബോയ്സ് ഫീൽഡിങ് അല്ലേ. അതായത് ഈ സെഷനിൽ ഏതാണ്ട് 60 മുതൽ 70 വരെ കുട്ടികൾ ഫീൽഡ് ചെയ്യുമ്പോൾ ക്യാമ്പിലുള്ള എല്ലാ ബോളർമാരും വന്ന് എന്ത് ചെയ്യും? എനിക്കെതിരെ, അതായത് സച്ചിനെതിരെ എന്ത് ചെയ്യും? ബോള് ചെയ്യും. അതാണ് പറഞ്ഞത് കേട്ടോ. ഓക്കെ, ഇറ്റ് മെൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? അതിനർത്ഥം ഐ ഹാഡ് ടു ഹിറ്റ് എവറി ബോൾ അലോങ് ദ ഗ്രൗണ്ട് ടു സർവൈവ് ദോസ് ഇൻറ്റൻസ് 15 മിനിറ്റ്സ് അല്ലേ. അതിനർത്ഥം എന്താണ്? ആ കഠിനമായ കഠിനമായ 15 മിനിറ്റുകൾ. ഇൻറ്റൻസ് മിനിറ്റ്സ് എന്ന് പറഞ്ഞതാണ് ആ കഠിനമായ ആ 15 മിനിറ്റ്. ഇൻറ്റൻസ് 15 മിനിറ്റ്സ് എന്ന് പറഞ്ഞാൽ ആ കഠിനമായ ആ 15 മിനിറ്റുകൾ അതിജീവിക്കാൻ, അതായത് തരണം ചെയ്തു പോകാൻ ഞാൻ എല്ലാ പന്തുകളും നിലത്തുകൂടി അടിക്കണമായിരുന്നു. അതായത് ആ 15 മിനിറ്റ്സിൽ എന്താണ്, ബോൾ പൊക്കി അടിക്കാൻ പറ്റില്ല. എന്ത് ചെയ്യണം? ഗ്രൗണ്ടിൽ കൂടെ തന്നെ അടിക്കണം. ഓക്കെ, അപ്പോൾ കുറച്ച് ടഫായൊരു പ്രാക്ടീസാണ് എന്ത് ചെയ്യുന്നത്, സച്ചിൻ അവിടെ ചെയ്യുന്നത്. ദെൻ വിന്നിങ് ദ 1 rupee കോയിൻ used to give me immense satisfaction and taught me how to concentrate when physically drained അല്ലേ. എന്താണ് പറഞ്ഞത്? ആ 1 രൂപ നാണയം നേടിയെടുക്കുന്നത് അതിയായ സംതൃപ്തി നൽകുകയും, പിന്നെ എന്തായത് അതിയായ സംതൃപ്തി എന്ന് പറഞ്ഞാൽ എന്താണ്? ഇമ്മെൻസ് സാറ്റിസ്ഫാക്ഷൻ അല്ലേ, ഹ്യൂജ് സാറ്റിസ്ഫാക്ഷൻ എന്നാണ് ഉദ്ദേശിച്ചു കേട്ടോ. അതിയായ സംതൃപ്തി നൽകി, അതായത് തൃപ്തിയാവുകയും അല്ലേ, തൃപ്തി നൽകുകയും, പിന്നെ എന്താണ്? ശാരീരികമായി കരുത്ത് ചോർന്ന അവസ്ഥയിലും, അതായത് പറ്റണ്ട് തളർന്ന അവസ്ഥ, ഡ്രെയിൻഡായ അവസ്ഥയാണെങ്കിലും എന്താണ്, അതായത് ഇവിടെ എന്താണ്, ടോട്ട് മീ ഹൗ ടു കോൺസെൻട്രേറ്റ് ഈവൻ വെൻ ഫിസിക്കലി ഡ്രെയിൻ. നമ്മൾ ഫിസിക്കലായിട്ട് നല്ല കളിച്ച് നല്ല ക്ഷീണിച്ച് നിൽക്കുന്ന സമയത്തും കോൺസെൻട്രേഷൻ എങ്ങനെ കിട്ടുക എന്നുള്ള ഒരു കാര്യം എന്ത് ചെയ്തു, ഇവിടുന്ന് പഠിച്ചു. അതായത് ആ സച്ചിൻ ബാറ്റൊക്കെ ചെയ്ത് എല്ലാ ബോളർമാരും ബോൾ ചെയ്ത് അല്ലേ, കുറേ ഫീൽഡർമാർ അവിടെ ഉണ്ട്. ആ ഫീൽഡർമാരൊക്കെ ഇടയിൽ കൂടെ എങ്ങനെയാണ്, ഗ്രൗണ്ടിലൂടെ മാത്രമേ ബോൾ അടിക്കാൻ പറ്റുള്ളൂ
ഉയർത്താൻ പറ്റില്ല, പൊന്തിച്ചെടുക്കാൻ പറ്റില്ല അല്ലേ. അപ്പോൾ അത്രയും ആ റിസ്ക് എടുത്തിട്ടാണ് എന്ത് ചെയ്യുന്നത്, സച്ചിൻ അവിടെ നിൽക്കുന്നത്. അപ്പോൾ ആ ഡ്രെയിൻഡായ അവസ്ഥയിലും ആ തളർന്ന് ക്ഷീണിച്ച അവസ്ഥയിലും കോൺസെൻട്രേഷൻ എങ്ങനെ കിട്ടുക എന്നുള്ളത് ആ 1 rupee കോയിനിൽ വിൻ ചെയ്യുമ്പോൾ സച്ചിൻ അത് പഠിച്ചു. ഓക്കെ. അറ്റ് ദ എൻഡ് ഓഫ് ഇറ്റ് ഓൾ, എല്ലാത്തിനെയും അവസാനം, സർ വുഡ് ടെൽ മീ ടു റൺ 2 full circuits ഓഫ് ദ ശിവജി പാർക്സ് അല്ലേ. അതായത് ആ ശിവജി പാർക്ക് മൊത്തം 2 റൗണ്ട് എന്ത് ചെയ്തു, അവസാനം ഓടാൻ പറഞ്ഞു അല്ലേ. അറ്റ് ദ എൻഡ് ഓഫ് ഇറ്റ് ഓൾ, എല്ലാത്തിൻ്റെ അവസാനം എന്ത് ചെയ്തു, സച്ചിനെ ആ ശിവജി പാർക്കുള്ള അത് 2 റൗണ്ട് എന്ത് ചെയ്യണം, ശിവജി പാർക്ക് മൊത്തം ഓടാൻ പറഞ്ഞു. ഓക്കെ. വിത്ത് മൈ പാഡ്സ് ആൻഡ് ഗ്ലൗസ് ഓൺ അല്ലേ. എങ്ങനെയാണ് ഫ്രീ ആയിട്ട് ഓടാനല്ല പറഞ്ഞത്, പാഡും വേണം, പിന്നെ എന്താണ്, ഗ്ലൗസും വേണം അല്ലേ. അതായത് കാലും പെടുന്ന പാഡും പിന്നെ കൈയും പെടുന്ന ഗ്ലൗസൊക്കെ ഇട്ട് എന്ത് ചെയ്യണം, സാധാ ക്രിക്കറ്റ് കളിക്കാൻ ബാറ്റിങ് എങ്ങനെ ഇറങ്ങുക അതേ രീതിയിൽ എന്ത് ചെയ്യണം, ഓടാൻ പറഞ്ഞു. ദാറ്റ് വാസ് ദ ലാസ്റ്റ് പാർട്ട് ഓഫ് മൈ ട്രെയിനിങ്, അതെൻ്റെ ട്രെയിനിങ്ങിൻ്റെ അവസാനത്തെ പാർട്ടായിരുന്നു, ഭാഗമായിരുന്നു. ഐ വുഡ് ബി കംപ്ലീറ്റ്ലി എക്സൗസ്റ്റഡ് ബൈ ദ എൻഡ് ഓഫ് ഇറ്റ് ആൾ അല്ലേ. അതായത് ഇതിൻ്റെയൊക്കെ അവസാനം എന്താണ്, ഹി വുഡ് കംപ്ലീറ്റ്ലി എക്സൗസ്റ്റഡ് അല്ലേ, ടയേർഡായിട്ടുണ്ട്. എക്സൗസ്റ്റഡ് എന്ന് പറഞ്ഞാൽ എന്താണ്, ടയേർഡാവും, ക്ഷീണിച്ചു പോവുക, പൂർണ്ണമായിട്ടും ക്ഷീണിച്ചു പോയിട്ടുണ്ട്. ഇറ്റ് വാസ് എ റുട്ടീൻ ഐ വുഡ് റിപ്പീറ്റ് റൈറ്റ് ത്രൂ മൈ സമ്മർ ഹോളിഡേയ്സ് ആൻഡ് ഇറ്റ് ഹെൽപ്പ് മീ ടു ബിൽഡ് അപ്പ് ഫിസിക്കൽ ആൻഡ് മെൻ്റൽ സ്റ്റാമിന. ഇറ്റ് വാസ് എ റൂട്ടീൻ, ഇപ്പോൾ നേരത്തെ പറഞ്ഞ കാര്യങ്ങളുണ്ടല്ലോ, കോയിൻസ് വെച്ച് കളിക്കുന്നതും മറ്റേ കാര്യങ്ങളൊക്കെ പറഞ്ഞില്ലേ, അതൊരു റുട്ടീനായിരുന്നു, ദിനചര്യയായിരുന്നു. ഐ വുഡ് റിപ്പീറ്റ്, ഞാനത് റിപ്പീറ്റ് ചെയ്യണം, ത്രൂ മൈ സമ്മർ ഹോളിഡേയ്സ് അല്ലേ. അങ്ങനെ ആ സമ്മർ ഹോളിഡേയ്സിൽ എന്ത് ചെയ്തു, ഈ പറഞ്ഞ കാര്യമൊക്കെ എന്ത് ചെയ്തു, ആവർത്തിച്ചു. ഇറ്റ് ഹെൽപ്പ് മീ ടു ബിൽഡ് അപ്പ് ഫിസിക്കൽ ആൻഡ് മെൻ്റൽ സ്റ്റാമിന. അതായത് ഫിസിക്കലായിട്ടും അല്ലെ മെൻ്റലായിട്ടും, അതായത് ശാരീരികമായിട്ടും മാനസികമായിട്ടും എന്ത് ചെയ്തു, ഒരു കരുത്ത് ആർക്ക് കിട്ടി, ഈ ട്രെയിനിങ് മൂലം സച്ചിന് കിട്ടി. ഓക്കെ. ദെൻ ഒക്കേഷണലി മൈ ഫാദർ കെയിം ടു ടേക്ക് മീ ഹോം ആൻഡ് I would always ask him to treat me to a special fruit cocktail at a juice center near the club അല്ലേ. ഒക്കേഷൻ ഇടയ്ക്കിടയ്ക്ക്, ഒക്കേഷനിൽ എന്ന് പറഞ്ഞാൽ എന്താണ്, ഇടയ്ക്കിടയ്ക്ക് എന്ത് ചെയ്യാറുണ്ട്, തൻ്റെ മൈ ഫാദർ കെയിം ടു ടേക്ക് മീ ഹോം, എന്നെ വീട്ടിലേക്ക് തിരിച്ചു കൊണ്ടുപോകാൻ വരാറുണ്ട്. ആൻഡ് ഐ വുഡ് ആൾവേസ് ആസ്ക് ഹിം ടു ട്രീറ്റ് മീ ടു സ്പെഷ്യൽ ഫ്രൂട്ട് കോക്ടെയിൽ അറ്റ് എ ജ്യൂസ് സെൻറ്റർ നിയർ ദ ക്ലബ് അല്ലേ. ആ ക്ലബിനടുത്തുള്ള ഒരു ജ്യൂസ് സെൻറ്ററിൽ നിന്ന് എന്ത് ചെയ്യും, ജ്യൂസ് വാങ്ങി തരാൻ ഞാൻ ആരോട് ആവശ്യപ്പെടാറുണ്ട്, എൻ്റെ ഫാദറിനോട് ആവശ്യപ്പെടാറുണ്ട്. ഓക്കെ. While this regular demand was a little unreasonable, because at the time I did not realize that my parents also had to take care of the needs of my brothers and sister. My father would invariably end up giving me what I wanted just to see me happy അല്ലേ. എന്താണ് പറഞ്ഞവിടെ, while this regular demand, ഈ സ്ഥിരമായിട്ടുള്ള ഡിമാൻഡ് വാസ് എ ലിറ്റിൽ അൺറീസണബിൾ അല്ലേ. അതെന്താണ്, ഒരു അൺറീസണബിൾ ആണ്, നോട്ട് ഫെയർ എന്ന് പറയുക, ഇംഗ്ലീഷിൽ എന്താ പറയുക, നോട്ട് ഫെയർ എന്ന് പറയും, ഒരു അവിവേകമാണ്. കാരണം എന്താ, ബിക്കോസ് എന്തുകൊണ്ടെന്നാൽ അറ്റ് ദ ടൈം ഐ ഡിഡ് നോട്ട് റിയലൈസ് ദാറ്റ്, ആ സമയത്ത് ഞാൻ തിരിച്ചറിഞ്ഞില്ല, എന്ത് തിരിച്ചറിഞ്ഞില്ല, മൈ പാരൻസ് ആൾസോ ഹാഡ് ടു ടേക്ക് കെയർ ഓഫ് ദ നീഡ്സ് ഓഫ് മൈ ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റർ അല്ലേ. എൻ്റെ ബ്രദറിൻ്റെയും എൻ്റെ സഹോദരിയുടെയും കാര്യങ്ങളും എന്ത് ചെയ്യണം, എൻ്റെ പാരൻസ് നോക്കണം അല്ലേ. അതൊക്കെ മറന്നുകൊണ്ട് ഞാൻ എന്ത് ചെയ്യാണ്, എൻ്റെ ഫാദറോട് ഇങ്ങനെ ക്യാഷ് ചിലവഴിപ്പിക്കേണ്ട, ജ്യൂസൊക്കെ വാങ്ങിച്ചുകൊണ്ട് അല്ലേ. പക്ഷേ മൈ ഫാദർ അല്ലേ, അതായത് ഇവിടെ ഫാദർ എന്താ ചെയ്യുന്നത്, മൈ ഫാദർ വുഡ് ഇൻവേരിയബിളി എൻഡ് അപ്പ് ഗിവിങ് മീ വാട്ട് ഐ വാണ്ടഡ് ജസ്റ്റ് ടു സീ മീ ഹാപ്പി അല്ലേ. മൈ ഫാദർ വുഡ് ഇൻവേരിയബിളി അല്ലേ, ഫാദർ വുഡ് ഇൻവേരിയബിളി എന്ന് പറഞ്ഞാൽ എന്താണ്, ഓൾവേസ് അല്ലേ. എൻ്റെ ഫാദർ ഓൾവേസ് എല്ലായ്പ്പോഴും എൻ്റെ ഗിവിങ് മീ വാട്ട് ഐ വാണ്ട്, എനിക്ക് എന്താണോ വേണ്ടതെന്നൊക്കെ എന്ത് ചെയ്യും, എൻ്റെ ഫാദർ എനിക്ക് വാങ്ങിച്ചു തരും, ജസ്റ്റ് ടു സീ മീ ഹാപ്പി. എന്തിനാണ് വാങ്ങിച്ചു കൊടുക്കുന്നത്, എന്നെ സന്തോഷമായിട്ട് കാണാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ. ദെൻ നെക്സ്റ്റ് സെൻറ്റൻസ്, ഓൺ അതർ ഡേയ്സ് വെൻ ഐ മെയ്ഡ് മൈ വേ ഹോം ഫ്രം ശിവജി പാർക്ക് ഓൺ മൈ ഓൺ ഐ വുഡ് ഓഫൻ fall asleep on the bus if I managed to sit down. ഓൺ അതർ ഡേയ്സ് അല്ല, മറ്റുള്ള ദിവസങ്ങൾ, അതായത് എൻ്റെ ഫാദർ കൊണ്ടുവരാൻ വരാത്ത ദിവസങ്ങളിൽ എന്ത് ചെയ്യും, പിന്നെ മെയ്ഡ് മൈ വേ, മൈ വേ എന്ന് പറഞ്ഞാൽ എന്താണ്, താൻ ആ വരുന്ന സമയത്ത് ഫ്രം ശിവജി പാർക്ക്, എവിടുന്ന വരുന്നത്, ഫ്രം ശിവജി പാർക്ക് ഓൺ മൈ ഓൺ, തനിച്ച് വരുന്ന സമയത്ത് ഐ വുഡ് ഓഫൻ fall asleep ഓൺ ദ ബസ്, ഞാൻ എന്ത് ചെയ്യും, ഇടയ്ക്ക് ബസ്സിൽ ഇരുന്ന് ഉറങ്ങാറുണ്ട് അല്ലേ.
എങ്ങനെ? ഇഫ് ഐ മാനേജ് ടു സിറ്റ് ഡൗൺ, ഇരിക്കാൻ പറ്റുകയാണെങ്കിൽ മാത്രം, അല്ലേ? തനിക്ക് സീറ്റ് കിട്ടിയാൽ മാത്രം എന്ത് ചെയ്യും? സച്ചിൻ എന്ത് ചെയ്യും? ബസ്സിലിരുന്ന് ഉറങ്ങാറുണ്ട്. ദെൻ എനിവൺ ഹു ഹാസ് ബീൻ ഓൺ എ മുംബൈ ബസ് അറ്റ് പീക്ക് ഹവേഴ്സ് വിൽ നോ ജസ്റ്റ് ഹൗ ഡിഫിക്കൽട്ട് ഇറ്റ് ഈസ് ടു ഗെറ്റ് എ സീറ്റ്. അതായത് എനിവൺ ഹു ഹാസ് ബീൻ ഓൺ എ മുംബൈ ബസ്, അല്ലേ? ആരെങ്കിലും മുംബൈ ബസ്സിൽ പോകുന്നുണ്ടെങ്കിൽ എപ്പോൾ? അറ്റ് പീക്ക് ഹവേഴ്സ്, ഏറ്റവും തിരക്കേറിയ സമയം. പീക്ക് ഹവേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഏറ്റവും തിരക്കേറിയ സമയം. വിൽ നോ ജസ്റ്റ് ഹൗ ഡിഫിക്കൽട്ട് ഇറ്റ് ഈസ് ടു ഗെറ്റ് എ സീറ്റ്, അല്ലേ? ഒരു സീറ്റ് കിട്ടുക എന്നുള്ള എത്ര ബുദ്ധിമുട്ടുള്ള കാര്യമാണെന്ന് അവർക്കറിയാം. അതായത് നല്ല തിരക്കായിരിക്കും ഉണ്ടാവുക ആ സമയത്തൊക്കെ അവിടെ ഉണ്ടാവുക. Then on days when I wasn't so lucky, it was still a challenge just to stand with the kit bag because the bus conductors would inevitably complain about me taking up the space of another passenger. Okay, അവിടെ എന്താ പറഞ്ഞത്? ഓൺ ഡേയ്സ് വെൻ ഐ വാസിൻ സോ ലക്കി, അല്ലേ? എനിക്ക് വാസ് നോട്ട് ലക്കി, അതായത് ഭാഗ്യമില്ലാതിരിക്കുന്ന സമയത്ത് ഇറ്റ് വാസ് സ്റ്റിൽ എ ചലഞ്ച്, അതൊരു വെല്ലുവിളിയായിരുന്നു. ജസ്റ്റ് സ്റ്റാൻഡ്, നിൽക്കുക എന്നുള്ളത്. എങ്ങനെ? വിത്ത് ദ കിറ്റ് ബാഗുമായിട്ട്, അതായത് ക്രിക്കറ്റ് കളിക്കാൻ പോകുന്ന കിറ്റ് ബാഗുമായിട്ട് നിൽക്കുക എന്നുള്ളത് എന്താണ്? ഒരു ചലഞ്ചായിരുന്നു. അതുമാത്രമല്ല, ബിക്കോസ് ദ ബസ് കണ്ടക്ടേഴ്സ്, അല്ലേ? ബസ് കണ്ടക്ടർമാരെന്താണ്? വുഡ് ഇന്നവിറ്റബിളി, അല്ലേ? ഓൾവേസ്, അല്ലേ? എല്ലായ്പ്പോഴും എന്ത് ചെയ്യും? കംപ്ലൈൻറ്റ് പറയും അബൌട്ട് മീ ടേക്കിംഗ് അപ്പ് ദ സ്പേസ് ഓഫ് അനദർ പാസഞ്ചർ. അതായത് തൻ്റെ ആ കിറ്റ് എന്ന് പറയുന്നത്, താനാ പിടിച്ച് നിൽക്കുന്ന കിറ്റ് എന്ന് പറയുന്നത് എന്താണ്? മറ്റൊരു പാസഞ്ചറുടെ സ്ഥലം കൂടി എടുക്കാമെന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യാണ്? കണ്ടക്ടർമാർ ഇങ്ങനെ പരാതി പറയാണ്, അല്ലേ? ഇപ്പോൾ നിങ്ങൾ ബസ്സിൽ പോവുകയാണെങ്കിൽ ബസ്സിൽ സീറ്റ് പൈസ കൊടുത്ത് പോകുമ്പോൾ നമ്മൾ വലിയ ബാഗായിട്ട് പോകുമ്പോഴേ ബസ്സുകാർ ഇങ്ങനെ പറയണ കേൾക്കാം. നമുക്ക് അതേപോലെ എന്ത് ചെയ്യും? സച്ചിനും ഒരു അനുഭവം ഉണ്ടായി. ഓക്കെ, ദെൻ it could be embarrassing because the conductors were often rude and would sometimes ask to me buy 2 tickets. It could be embarrassing, അല്ലേ? അതെന്താണ്? ഒരു എംബ്രൈസിങ് ആയുള്ള കാര്യമായിരുന്നു, നാണക്കേട് ഉണ്ടാക്കുന്ന കാര്യം. മേക്കിംഗ് ടു ഫീൽ ഷൈ എന്ന് പറയട്ടെ ഇംഗ്ലീഷിൽ. മേക്കിംഗ് ടു ഫീൽ ഷൈ. ഇറ്റ് കുഡ് ബി എംബ്രൈസിങ്, ഒരു നാണക്കേട് ഉണ്ടാക്കുന്ന കാര്യമായിരുന്നു. കാരണം എന്താ? ബിക്കോസ് ദ കണ്ടക്ടേഴ്സ് വർ ഓഫൺ, അല്ലേ? ഇടയ്ക്കിടയ്ക്ക് കണ്ടക്ടർമാരെന്ത് ചെയ്യും? ഓഫൺ, ഇടയ്ക്കിടയ്ക്ക് റൂഡ്, അല്ലേ? റൂഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? പക്ഷെ റഫാവും ആൾക്കാർ, അല്ലേ? ശരിക്ക് പരുക്കമായ ഭാഷയിൽ എന്ത് ചെയ്യും? വുഡ് സംടൈംസ് ആസ്ക്ഡ് മീ ടു ബൈ 2 tickets, അല്ലേ? എന്ത് ചെയ്യും? എനിക്ക് 2 ടിക്കറ്റ് വേണമെന്ന് ആവശ്യപ്പെടും. അതായത് 2 ടിക്കറ്റ് എടുക്കണം, അല്ലേ? നീ ഒരാളെ സ്ഥലം നീ എന്ത് ചെയ്യുന്നുണ്ട്? നിൻ്റെ കിറ്റ് ബാഗുമായി വന്നിട്ട് എടുക്കുന്നുണ്ട്. അപ്പോൾ നീ എന്ത് ചെയ്യണം? 2 ടിക്കറ്റ് എടുക്കണമെന്ന് ആര് പറയാണ്? കണ്ടക്ടർമാർ സച്ചിനോട് പറയാണ്. അതൊക്കെ എന്ത് ചെയ്തു? സച്ചിൻ ഒരു വെല്ലുവിളിയായിട്ട് മാറിയായിരുന്നു, നാണക്കേട് ഉണ്ടാക്കുകയും ചെയ്തു, അല്ലേ? ദെൻ അപ്പോൾ സച്ചിൻ ടെണ്ടുൽക്കർ എടുത്ത റിസ്ക്കുകളൊക്കെയാണ് പറയുന്നത് കേട്ടോ. ഓക്കെ, നിങ്ങളതൊക്കെ ഒന്ന് മനസ്സിലാക്കണം. ഓക്കെ, എത്രത്തോളം റിസ്ക് എടുത്തിട്ടാണ് സച്ചിന് ഈ നിലയിലെത്തിയെന്നുള്ളത്. ഓക്കെ, അപ്പോൾ റിസ്ക് എടുക്കുന്ന ആളുകൾക്ക് വിജയമുള്ളൂ എന്ന് ആദ്യം മനസ്സിലാക്കുക. ഓക്കെ, നമ്മൾ റിസ്ക് എടുക്കാൻ റെഡി ആയാൽ നമുക്ക് എന്ത് ചെയ്യും? വിജയം മാത്രമേ ഉണ്ടാവുകയുള്ളൂ. ദെൻ ഐ ഡിഡ്ന്റ് ഹാവ് ദ മണി ഫോർ എ സെക്കൻഡ് ടിക്കറ്റ്. എനിക്കെന്താണ്? രണ്ടാമതൊരു ടിക്കറ്റ് വാങ്ങാനുള്ള പൈസയൊന്നുമില്ല. ആൻഡ് ഐ ഹാഡ് ടു ലേൺ ടു ടേക്ക് ദീസ് റിമാർക്സ് ഇൻ മൈ സ്ട്രൈഡ്, അല്ലേ? ഞാൻ എന്ത് ചെയ്തു? ഐ ഹാഡ് ടു ലേൺ ടു ടേക്ക് ദീസ് റിമാർക്സ് ഇൻ മൈ സ്ട്രൈഡ്. അതായത് വിഷമം കൂടാതെ, അല്ലേ? വിഷമം കൂടാതെ ഞാൻ എന്ത് ചെയ്തു? ഇത് അംഗീകരിച്ചു. ഇൻ മൈ സ്ട്രൈഡ്, അല്ലേ? അതെന്ത് ചെയ്തു? ഞാനത് തരണം ചെയ്തു. ഓക്കെ, ദെൻ ഡേർട്ടി ക്ലോത്ത്സ് ഓഫൺ ആഡഡ് ടു ദ എംബ്രേസ്മെൻറ്റ്. ആ ഡേർട്ടി ആയിട്ടുള്ള, അതായത് കളി കഴിഞ്ഞ് വരുന്ന, നമുക്കറിയാം നമ്മൾ പന്തൽ കഴിഞ്ഞ് വരികയാണെങ്കിൽ ജേഴ്സിയൊക്കെ നല്ല നാറ്റമായിരിക്കും, അല്ലേ? അതുപോലെ കളി കഴിഞ്ഞ് വരുന്ന സമയത്ത് തൻ്റെ ഡേർട്ടി, ആ മലിനമായ ക്ലോത്ത്സ് ഓഫൺ ആഡ് ടു ദ എംബ്രേസ്മെൻറ്റ്, വീണ്ടും എന്ത് ചെയ്യാറുണ്ട്? സച്ചിന് നാണക്കേട് ഉണ്ടാക്കാറുണ്ട്. വിത്ത് ടൈം ഐ ഇവോൾവ് എ വേ ഓഫ് റാപ്പിംഗ് ദ കിറ്റ് ബാഗ് അറൗണ്ട് മീ, അല്ലേ? വിത്ത് ടൈം എന്ന് പറഞ്ഞാൽ എന്താണ് അവിടെ? ഐ ഇവോൾവ്, അല്ലേ? വിത്ത് ടൈം ഐ ഇവോൾവ് എ വേ റാപ്പിംഗ് the kit bag around me, just as the helmet and pads became a part of me while batting, so the kit bag became an extension of me on the bus, അല്ലേ? വിത്ത് ടൈം, അല്ലേ? വിത്ത് ടൈം എന്ന് പറഞ്ഞാൽ എന്താണ്? ക്രമേണ എന്താണ്? കിറ്റ് ബാഗ് എൻ്റെ ശരീരത്തിൻ്റെ ചുറ്റുവയ്ക്കുന്ന ഒരു രീതിയിൽ ഞാൻ എന്ത് ചെയ്തു? രൂപപ്പെടുത്തിയെടുത്തു. അതുമാത്രമല്ല,
ബാറ്റ് ചെയ്യുന്ന സമയത്ത് ഹെൽമെറ്റും പാഡുകളും എൻ്റെ ശരീരത്തിൻ്റെ ഭാഗമായി ഇരിക്കുന്നത് പോലെ തന്നെ ഞാൻ എന്ത് ചെയ്തു, അത് മാറ്റിയെടുത്തു. അപ്പോൾ അങ്ങനെ ആയപ്പോൾ എന്താണ്, ബസ്സിൽ കിറ്റ് ബാഗ് തൻ്റെ ശരീരത്തിൻ്റെ കൂടെ ചേർത്തപ്പോൾ എന്ത് ചെയ്തു, അതായത് താൻ എങ്ങനെയാണോ ബാറ്റ് ചെയ്യാൻ നിൽക്കുന്നത് അല്ലേ, അതേപോലെ എന്ത് ചെയ്യാണ് ബസ്സിൽ നിന്നു. അപ്പോൾ ഒരുവിധം കിറ്റ് ബാഗിൻ്റെ സ്പേസ് അവിടെ കുറഞ്ഞു കിട്ടും അല്ലേ, അതാണ് പറഞ്ഞത് കേട്ടോ. ഓക്കെ, ദെൻ I would often take the bus or train from Bandra to Churchgate and it was all a great learning experience. അതായത് എന്താണ്, ഐ വുഡ് ഓഫൺ അല്ലേ, ഐ വുഡ് ഓഫൺ എന്ന് പറഞ്ഞാൽ എന്താണ്, മിക്കപ്പോഴും എന്ത് ചെയ്യാറുണ്ട്, ടേക്ക് ദ ബസ് ഓർ ട്രെയിൻ ഫ്രം ബാൻഡ്ര ടു ചർച്ച് ഗേറ്റ് ആൻഡ് ഇറ്റ് വാസ് ഓൾ ഗ്രേറ്റ് ലേണിംഗ് എക്സ്പീരിയൻസ് അല്ലേ. അതെന്താണ്, വലിയൊരു ലേണിംഗ് എക്സ്പീരിയൻസ് ആയിരുന്നു എന്ത്, അതായത് ബാൻഡ്രയിൽ നിന്ന് ചർച്ച് ഗേറ്റിൽ പോകുക, അങ്ങനെ ട്രെയിനിൽ ബാൻഡ്രയിൽ നിന്ന് ചർച്ച് ഗേറ്റിൽ പോകുന്നതായിരുന്നു ഒരു വലിയൊരു ലേണിംഗ് എക്സ്പീരിയൻസ് ആയിരുന്നു അല്ലേ. മിക്കപ്പോഴും ഞാൻ ബാൻഡ്രയിൽ നിന്ന് ചർച്ച് ഗേറ്റ് വരെ ബസ്സിലോ ട്രെയിനിലോ പോകുമായിരുന്നു എന്ന് പറഞ്ഞു അല്ലേ. അത് വലിയൊരു പഠനാനുഭവമായിരുന്നു, ലേണിംഗ് എക്സ്പീരിയൻസ് ആയിരുന്നു എന്നാണ് ആര് പറയണത്, സച്ചിൻ ടെണ്ടുൽക്കർ പറയുന്നത്. ഓക്കെ, ഈവൻ though I loved cricket, there were still occasional days when playing with my friends at home was such fun that I would conveniently forget I was supposed to go to the nets അല്ലേ. ഈവൻ തോ അല്ലേ, I loved cricket, even though I loved cricket, ഞാൻ ക്രിക്കറ്റ് ഇഷ്ടപ്പെട്ടിരുന്നുവെങ്കിലും there were still occasional days അല്ലേ, there were still occasional days when playing with my friends at home അല്ലേ. അതായത് വീട്ടിലെൻ്റെ കൂട്ടുകാരോടൊത്ത് വല്ലപ്പോഴും എന്താണ് മറ്റു കളികളിൽ ഏർപ്പെടുന്ന ദിവസങ്ങളുണ്ടായിരുന്നു അല്ലേ. അതായത് ഫുള്ള് ക്രിക്കറ്റ് കളിച്ച് നടക്കില്ല, വേറെ എന്തെങ്കിലും കൂട്ടുകാരൊപ്പം കൂട്ടിയാണ് എന്ത് ചെയ്യുക, കുറച്ചൊന്ന് നമ്മൾ കൊന കൂട്ടാന്നൊക്കെ പറയില്ലേ, അതെൻ്റെ പരിപാടി കേട്ടോ. ദെൻ at home was such fun that I would conveniently forget was supposed to go to the nets അല്ലേ. അതായത് ആ കളിയിൽ ഏർപ്പെടുന്ന സമയത്ത് ഞാൻ നെറ്റിൽ പരിശീലനത്തിന് ചെല്ലേണ്ടതാണെന്നുള്ള കാര്യം എന്ത് ചെയ്യും, അവന് മറന്നു പോകും അല്ലേ. അതായത് ആ മറന്നു പോകും വിധമായിരുന്നു എന്ത് ചെയ്തത്, സച്ചിന് കൂട്ടുകാരോടൊത്ത് കളിച്ചിരുന്നത്. ഇഫ് ഐ ഡിഡിൻ ടേൺ അപ്പ് അല്ലേ, ഞാൻ ഡിഡിൻ ടേൺ അപ്പ് അതായത് ഞാൻ എത്തിച്ചേർന്നില്ലെങ്കിൽ, അതായത് ഡിഡിൻ ടേൺ അപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഞാൻ നെറ്റിൽ പരിശീലനത്തിന് എത്തിച്ചേർന്നില്ലെങ്കിൽ അച്ഛരക്ക സാർ വുഡ് ജംപ് ഓൺ ടു ഹിസ് സ്കൂട്ടർ ആൻഡ് കം ടു ഫൈൻഡ് മീ അല്ലേ. അച്ഛരക്കർ സാർ എന്ത് ചെയ്യും, ചാടി കയറി തൻ്റെ സ്കൂട്ടറിൽ കയറിയിട്ട് എന്നെ തിരഞ്ഞു വരും. സർ വുഡ് സ്പോട്ട് മീ ഇൻ ദ മെലി ആൻഡ് വിർച്വലി ഡ്രാഗ് മീ ഔട്ട് അല്ലേ. സർ വുഡ് സ്പോട്ട് മീ ഇൻ ദ മെലി എന്ന് പറഞ്ഞാൽ എന്താണ്, മെലിഞ്ഞ നല്ലൊരു അർത്ഥം. മെലി എന്ന് പറഞ്ഞാൽ എന്താണ്, അടിപിടി കൂടുക അല്ലേ. അടിപിടി കൂടാൻ നമ്മൾ എന്ത് പറയുക, മെലി എന്ന് പറയാം കേട്ടോ. സർ അച്ഛരക്ക സർ വുഡ് ജംപ് ഓൺ ടു സ്കൂട്ടർ ആൻഡ് കം ടു ഫൈൻഡ് മീ, സർ വുഡ് സ്പോട്ട് മീ ഇൻ ദ മെലി ആൻഡ് വിർച്വലി ഡ്രാഗ് മീ ഔട്ട് അല്ലേ. അപ്പോൾ ആ മെലിയിൽ നിന്ന് അല്ലേ, അതായത് ആ അടിപിടി കൂടുതൽ നിന്ന് എന്ത് ചെയ്യും, അച്ഛരക്ക സാർ എന്ത് ചെയ്യും, തന്നെ വിർച്വലി വാസ്തവത്തിൽ ഡ്രാഗ് മീ ഔട്ട്, അവിടുന്ന് അതിന് വലിച്ചുകൊണ്ട് കൊണ്ടുവരും. അതായത് കൂട്ടുകാരുടെ അടുത്ത് അടിപിടി കൂടിയായിരിക്കും അല്ലേ. ഇംഗ്ലീഷിൽ നമുക്ക് എന്ത് ചെയ്യാം, മെലി എന്നുള്ളതിന് എ കൺഫ്യൂസ് സ്ട്രഗിൾ എമംഗ് സെവറൽ പീപ്പിൾ, അതായത് നമ്മൾ കൂട്ടുകാരായിട്ട് തല്ലുകൂടില്ലേ കളീൻ്റെ അടിയിലേക്ക്, അതുപോലെ അടികൂടുന്ന സമയത്ത് എന്ത് ചെയ്യും, സച്ചിൻ ടെണ്ടുൽക്കറെ അച്ഛരേഖർ സാർ അവിടുന്ന് വലിച്ചുകൊണ്ട് കൊണ്ടുവരും. ഓക്കെ, ഐ വുഡ് കം അപ്പ് വിത്ത് എക്സ്ക്യൂസസ് ബട്ട് ഹി വുഡ് ഹാവ് നൺ ഓഫ് ഇറ്റ് അല്ലേ. ഞാൻ ഒരുപാട് അല്ലേ ഒഴിവഴിവുകൾ പറയും, അതായത് എക്സ്ക്യൂസസ് പറയും, പക്ഷേ സാറെന്താണ് അതൊന്നും സമ്മതിക്കൂല. എക്സ്ക്യൂസ് എന്ന് പറഞ്ഞാൽ നടക്കൂല. ആരുടെ അടുത്ത്, അച്ഛരേഖർ സാറിൻ്റെ അടുത്ത്. ഹി വുഡ് ഗെറ്റ് മീ ടു ചേഞ്ച് ആൻഡ് ഹെഡ് ഓഫ് ടു ശിവജി അല്ലേ. എന്നോട് വസ്ത്രം മാറിയിട്ട് അല്ലെ, ഗെറ്റ് മീ ടു ചേഞ്ച് എന്ന് പറഞ്ഞാൽ എന്താണ്, ഡ്രസ്സ് മാറിയിട്ട് ശിവജി പാർക്കിലേക്ക് കൊണ്ടുപോയി. ഓൺ ദ ഡ്രൈവ് ഹി വുഡ് ടെൽ മീ, ആ സ്കൂട്ടറിൽ ഇരുന്ന് പോകുന്ന സമയത്ത് ഡോണ്ട് വേസ്റ്റ് യുവർ ടൈം, സ്കൂട്ടറിൽ പോകുന്ന സമയത്ത് എന്ത് ചെയ്യൂ, ഓൺ ദ ഡ്രൈവ് ഹി വുഡ് ടെൽ മീ അല്ലേ. സ്കൂട്ടറിൽ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് അല്ലെ, അവരിങ്ങനെ പോകുന്ന സമയത്ത് അച്ഛരേഖർ സാർ പറയാൻ പോകും കേട്ടോ. എന്താ പറയണത്, ഡോണ്ട് വേസ്റ്റ് യുവർ ടൈം പ്ലേയിങ് ഇനൈൻ ഗെയിംസ് വിത്ത് ദീസ് കിഡ്സ് അല്ലേ. അതായത് ഈ ഇനൈൻ ഗെയിംസ്, അതായത് ഈ സ്റ്റുപ്പിഡായ ഗെയിംസ് ഈ കുട്ടികളൊപ്പം കളിച്ചിട്ട് നീ എന്ത് ചെയ്ത്, ഇതിൻ്റെ ടൈം വേസ്റ്റ് ചെയ്യാൻ പാടില്ല അല്ലേ. അതിൽ അർത്ഥശൂന്യമായ ഈ കളി അല്ലേ. ഇനൈൻ ഗെയിംസ് എന്ന് പറഞ്ഞാൽ എന്താണ്, സ്റ്റുപ്പിഡായിട്ടുള്ള കളി, അർത്ഥശൂന്യമായ കളി കളിച്ചിട്ട് നിൻ്റെ ടൈം നീ എന്ത് ചെയ്യാൻ പാടില്ല, വേസ്റ്റ് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞു. ആരോടൊപ്പം കളിച്ചിട്ട്, ഈ കുട്ടിയോടൊപ്പം കളിച്ചിട്ട്. ക്രിക്കറ്റ് ഈസ് വെയിറ്റിംഗ് ഫോർ യു അറ്റ് ദ നെറ്റ്സ്, ക്രിക്കറ്റ് നിന്നോട് കാത്തു നിൽക്കുന്നുണ്ട്, നെറ്റിൽ കാത്തു നിൽക്കുന്നുണ്ട്.
പ്രാക്ടീസ് ഹാർഡ് ആൻഡ് സീ വാട്ട് മാജിക് ക്യാൻ ട്രാൻസ്പയർ അല്ലേ, നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുക. സി വാട്ട് മാജിക് ക്യാൻ ട്രാൻസ്പയർ, നമുക്ക് കാണാം എന്ത് മാജിക്കാണ് അവിടെ, എന്ത് മായാജാലമാണ് അവിടെ. ട്രാൻസ്പയർ എന്ന് പറഞ്ഞാൽ എന്താണ്, ഹാപ്പൻ, എന്ത് മായാജാലമാണ് അവിടെ സംഭവിക്കാൻ നമുക്കൊന്ന് നോക്കാമെന്ന് പറഞ്ഞു. അറ്റ് ദാറ്റ് ടൈം, ആ സമയത്ത്, ഐ ഹേറ്റഡ് ബീങ് ഡ്രാഗ്ഡ് ഔട്ട് ബട്ട് ആസ് ഐ ലുക്ക് ബാക്ക് ഐ ഫീൽ ഷീപ്പിഷ് അബൌട്ട് മൈ ആക്ഷൻസ് ആൻഡ് ക്യാൻ ഓൺലി അഡ്മയർ അച്യുതകർ സർ ഫാർ സൈറ്റഡ്നെസ് അല്ലേ, അതാണ് പറഞ്ഞത് അവിടെ അല്ലേ. എന്താ പറഞ്ഞത്, അറ്റ് ദാറ്റ് ടൈം അല്ലേ, ആ സമയത്ത് അല്ലേ, ഏത് സമയത്ത്, അച്യുതകർ സാർ ആ കൂട്ടുകാരിൽ നിന്ന് തന്നെ വലിച്ചു കൊടുന്ന സമയത്ത് അല്ലേ, എന്ത് ചെയ്യാറുണ്ട്, ഐ ഹേറ്റഡ് ബീങ് ഡ്രാഗ്ഡ് ഓഫ് അല്ലേ, അതായത് തന്നെ വലിച്ചു കൊണ്ടുപോകുന്നത് താൻ എന്ത് ചെയ്തിരുന്നു, താൻ വെറുത്തിരുന്നു. ബട്ട് പക്ഷേ ആസ് ഐ ലുക്ക് ബാക്ക് അല്ലേ, ഞാൻ തിരിഞ്ഞു നോക്കിയപ്പോൾ, അതായത് ചിന്തിച്ചപ്പോൾ എന്ത് മനസ്സിലായി, ഐ ഫീൽ ഷീപ്പിഷ് അല്ലേ, ഐ ഫീൽ ഷീപ്പിഷ് എന്ന് പറഞ്ഞാൽ എന്താണ്, എനിക്ക് നാണക്കേട് തോന്നി. അബൌട്ട് മൈ ആക്ഷൻ, എൻ്റെ പ്രവൃത്തിയെ ഓർത്ത് എന്ത് ചെയ്തു, എനിക്ക് നാണക്കേട് തോന്നി. ആൻഡ് ക്യാൻ ഓൺലി അഡ്മയർ അച്യുതകർ സേഴ്സ് ഫാർ സൈറ്റഡ്നെസ്. ഫാർ സൈറ്റഡ്നെസ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഫാർ സൈറ്റഡ്നെസ് എന്ന് പറഞ്ഞാൽ എന്താ, ദീർഘവീക്ഷണമെന്ന് നമ്മൾ മലയാളത്തിൽ പറയും. എന്താ പറയുക, ദീർഘവീക്ഷണമെന്ന് നമ്മൾ എന്ത് ചെയ്യും, മലയാളത്തിൽ പറയും. ഫാർ സൈറ്റഡ്നെസ് പറയട്ടോ, ദീർഘവീക്ഷണം. ഓക്കെ, ഇൻ ഇംഗ്ലീഷ് നമുക്ക് എന്ത് ചെയ്യാൻ വേണമെങ്കിൽ എബിലിറ്റി ടു സീ ഓർ പ്രിഡിക്റ്റ് വാട്ട് വിൽ ഹാപ്പൻ ഇൻ ദ ഫ്യൂച്ചർ അല്ലേ, എബിലിറ്റി ടു സീ ഓർ പ്രെഡിക്റ്റ് വാട്ട് വിൽ ഹാപ്പൻ ഇൻ ദ ഫ്യൂച്ചർ അല്ലേ, ദീർഘവീക്ഷണത്തിൻ്റെ ഇംഗ്ലീഷ് മീനിങ് ആണ് പറഞ്ഞത്. ഓക്കെ, അപ്പം എന്താണ് ഉദ്ദേശം അവിടെ, തൻ്റെ പ്രവൃത്തിയോട് താൻ എന്ത് ചെയ്യാണ്, നാണക്കേട് തോന്നിയിട്ടുണ്ട്. പിന്നെ ക്യാൻ ഓൺലി അഡ്മയർ അല്ലേ, അച്യുതകർ സാറിൻ്റെ ആ ദീർഘവീക്ഷണത്തെ കുറിച്ച് ഞാൻ എന്ത് ചെയ്യാറുണ്ട്, താൻ അത്ഭുതപ്പെടാറുണ്ട്. അതായത് തൻ്റെ ഫ്യൂച്ചർ ആർക്കും അറിയാമായിരുന്നു, അച്യുതകർ സാറിന് അറിയാമായിരുന്നു. അദ്ദേഹത്തിൻ്റെ ദീർഘവീക്ഷണത്തിൽ സച്ചിൻ നല്ലൊരു പ്ലെയർ ആവുന്നില്ല ആർക്കും അറിയാമായിരുന്നു, അച്യുതകർ സാറിന് അറിയാമായിരുന്നു, എൻ്റെ കോച്ചായ അച്യുതകർ സാറിന് അറിയാമായിരുന്നു. ഓക്കെ, ഇനി നമ്മൾ ലാസ്റ്റ് പാർട്ടിലേക്ക് പോവുകയാണ്. ഇതിൻ്റെ ലാസ്റ്റ് പാർട്ടിലേക്ക് നമ്മൾ എന്ത് ചെയ്യാണ്, പോവുകയാണ്. ഓക്കെ, ലാസ്റ്റ് പാർട്ടിലേക്ക് പോവുകയാണ്. ലിസൺ. Sir also punished me on one occasion when trying to teach me a very important lesson. അല്ലേ, സാറ് വീണ്ടും എന്ത് ചെയ്തിട്ടുണ്ട്, എന്നെ പണിഷ് ചെയ്തു അല്ലേ, ശിക്ഷിച്ചു. എന്തിനാണത്, വെൻ ട്രൈങ് ടു ടീച്ച് മീ എ വെരി ഇമ്പോർട്ടൻറ്റ് ലെസൺ, എന്നെ നല്ലൊരു വലിയ ഒരു പാഠം അല്ലെ, ഒരു ലെസൺ പഠിപ്പിക്കുന്ന, വളരെ പ്രധാനപ്പെട്ട ഒരു പാഠം പഠിപ്പിക്കുന്ന സമയത്ത് എന്ത് ചെയ്തു, സാർ എന്നെ ഒരു പണിഷ് ചെയ്തു. എന്തിനാണ് പണിഷ് ചെയ്തത്, വൺസ് ഒരിക്കൽ ഐ ബങ്ക്ഡ്, ഞാൻ വിട്ടു നിന്നു, മൈ ഡെയിലി ഈവനിങ് പ്രാക്ടീസ് അല്ലേ, ഞാൻ എൻ്റെ ഡെയിലി ഈവനിങ് പ്രാക്ടീസിൽ നിന്ന് ഞാൻ എന്ത് ചെയ്തു, വിട്ടു നിന്നു അല്ലേ, ടു വാച്ച് ആൻ ഇൻ്റർ സ്കൂൾ ക്രിക്കറ്റ് മാച്ച് നോട്ട് ആൻറ്റിസിപ്പേറ്റിംഗ് ദാറ്റ് സർ വുഡ് ബി ദർ അല്ലേ. അതായത് ഞാൻ ആ ഇൻ്റർ സ്കൂൾ ക്രിക്കറ്റ് മാച്ച് കാണാൻ വേണ്ടിയിട്ട് തൻ്റെ പ്രാക്ടീസ് മുടക്കിയായിട്ട് എന്ത് ചെയ്യണം, വേറെ ഗെയിം കാണാൻ പോയി അല്ലേ. ഹി വാസ് ആംഗ്രി അല്ലേ, അതായത് ക്രിക്കറ്റ് മാച്ച് നോട്ട് ആൻറ്റിസിപ്പേറ്റിംഗ് ദാറ്റ് സാർ വുഡ് ബി ദെയർ എന്ന് പറഞ്ഞില്ലേ, അവിടെ സാർ ഉണ്ടാവും എന്നുള്ളത് നോട്ട് ആൻറ്റിസിപ്പേറ്റിംഗ്, അവിടെ പ്രതീക്ഷിച്ചില്ല അല്ലേ. സാറ് ആ സ്ഥലത്തുണ്ടാവും എന്നുള്ള ആര് പ്രതീക്ഷിച്ചില്ല, സച്ചിന് പ്രതീക്ഷിച്ചില്ല. അങ്ങനെ എന്ത് ചെയ്യാണ്, ഹി വാസ് ആംഗ്രി, അദ്ദേഹത്തിന് ദേഷ്യം വന്നു. ആൻഡ് ഹി സെഡ് ഇറ്റ് വാസ് ഇൻ ഫോർ മീ ടു കം ആൻഡ് വാച്ച് അതർ പീപ്പിൾ പ്ലേ, ഫോർ ഇഫ് ഐ പ്രാക്ടീസ് ഹാർഡ് ഇനഫ് വൺ ഡേ പീപ്പിൾ ഫ്രം അക്രോസ് ദ വേൾഡ് വുഡ് കം ആൻഡ് വാച്ച് മീ പ്ലേ അല്ലേ. എന്താണ്, മറ്റുള്ള ആളുകൾ കളിക്കുന്ന കാണാനല്ല നീ നിൽക്കേണ്ടത് അല്ലേ, മറ്റുള്ള ആളുകൾ കളിക്കുന്നത് കാണാനല്ല നിൽക്കേണ്ടത്. നീ എന്താ ചെയ്യേണ്ടത്, ഇഫ് യു പ്രാക്ടീസ്ഡ് ഹാർഡ് ഇനഫ് അല്ലേ, സാറോട് പറയുന്ന രീതി ഞാൻ പറഞ്ഞു കേട്ടോ. ഇഫ് യു പ്രാക്ടീസ്ഡ് ഹാർഡ്, അത് ഇഫ് ഐ പ്രാക്ടീസ്, ഞാൻ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ, വൺ ഡേ ഒരു ദിവസം ഫ്രം അക്രോസ് ദ വേൾഡ് വുഡ് കം ആൻഡ് വാച്ച് മീ അല്ലേ, ലോകമെമ്പാടുമുള്ള ആളുകൾ ഒരിക്കൽ ഞാൻ കളിക്കുന്നത് കാണുവാനായി വരുമെന്നും അദ്ദേഹം പറഞ്ഞു അല്ലേ. ദെൻ ഹാഡ് ഇറ്റ് നോട്ട് ബീൻ ഫോർ സാർ ഇല്ലായിരുന്നുവെങ്കിൽ ഐ വുഡ് നോട്ട് ബി ദ ക്രിക്കറ്റർ ഐ ടേൺഡ് ഔട്ട് ടു ബി അല്ലേ, ഞാനൊരു ക്രിക്കറ്റർ ആയി തീരില്ലായിരുന്നു അല്ലേ. എന്താണ് ഉദ്ദേശം ഇവിടെ, സാറില്ലായിരുന്നുവെങ്കിൽ ഞാൻ ഒരിക്കലും ഇങ്ങനെയുള്ള ഒരു ക്രിക്കറ്റ് കളിക്കാനാകുമായിരുന്നില്ല എന്നാണ് ഉദ്ദേശിച്ചത്, സച്ചിൻ അവിടെ പറഞ്ഞത്. ഓക്കെ, ഹി വാസ് സ്ട്രിക്റ്റ്, ഡിസിപ്ലിനറിയൻ ആൻഡ് ഡിഡ് എവറിത്തിങ് ഹി കുഡ് ഫോർ മീ, ഐ ഓ മൈ സെൽഫ് ടു ഹിം അല്ലേ. എന്താണത്, അദ്ദേഹം ഒരു കർക്കശ സ്വഭാവമുള്ള ആളായിരുന്നു, അതായത് നല്ലൊരു സ്ട്രിക്റ്റായ ആളായിരുന്നു അല്ലേ. എനിക്ക് വേണ്ടി ചെയ്യാൻ കഴിയുന്നതെല്ലാം എന്ത് ചെയ്തു, അദ്ദേഹം
ചെയ്തു തന്നു. ഞാൻ അദ്ദേഹത്തോട് പൂർണ്ണമായും എന്ത് ചെയ്യുന്നുണ്ട്, കടപ്പെടുന്നുണ്ട് അല്ലേ. ഓ മൈസെൽഫ് ടു ഹിം എന്ന് പറഞ്ഞ കേട്ടോ. ഡിസിപ്ലിനറി എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു എന്താ പറയുക, സ്ട്രിക്റ്റ് എന്ന ഉദ്ദേശം കേട്ടോ. സ്ട്രിക്റ്റായ ശിക്ഷകൻ അല്ലേ, അതായത് സ്ട്രിക്റ്റായിട്ട് പഠിപ്പിക്കുന്ന ആൾ, അതാണ് ഡിസിപ്ലിനറി എന്ന് പറഞ്ഞാൽ കേട്ടോ. ഓക്കെ, ദ ടീച്ചർ ഹൂ എ സ്ട്രിക്റ്റ് പേഴ്സണാലിറ്റി, അങ്ങനെയാണ് എന്ത് പറയുക, ഡിസിപ്ലിനറി എന്ന് പറയാം കേട്ടോ. അതായത് നമ്മൾ നല്ല സ്ട്രിക്റ്റായിട്ട് പഠിപ്പിക്കുന്ന ആൾക്കാരാണ് എന്ത് പറയുക, സ്ട്രിക്റ്റ് ഡിസിപ്ലിനറി എന്ന് പറയാം കേട്ടോ. ആൻഡ് ഡിഡ് എവറിത്തിങ് ഹി കുഡ് ഫോർ മീ, എനിക്ക് വേണ്ടി എല്ലാം ചെയ്തു തന്നു. ഐ ഓ മൈസെൽഫ് ടു ഹിം, ഞാൻ അദ്ദേഹത്തോട് കടപ്പെട്ടിരിക്കുന്നു, അതാണ് അവിടെ പറഞ്ഞത് കേട്ടോ. അതായത് സച്ചിൻ തെണ്ടുൽക്കറിൻ്റെ വിജയത്തിന് കാരണം ആരായിരുന്നു, ആ സ്ട്രിക്റ്റ് ആയിട്ടുള്ള അദ്ദേഹത്തിൻ്റെ അച്രേക്കർ സാറായിരുന്നു അല്ലേ. പിന്നെ തൻ്റെ അജിത്തിൻ്റെയും തൻ്റെ ഫാമിലിയുടെയും തൻ്റെ ബ്രദറായ അജിത്തിൻ്റെയും ഫാമിലിയുടെ ഒക്കെ സപ്പോർട്ട് ആർക്കുണ്ടായിരുന്നു, സച്ചിൻ ഉണ്ടായിരുന്നു. അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാൻ മനസ്സുണ്ടെങ്കിൽ ആ ചെയ്യുന്ന കാര്യത്തിൽ നമ്മോടൊപ്പം നമ്മുടെ ഫാമിലി, മറ്റുള്ള ആളുകൾ, ഫ്രണ്ട്സൊക്കെ ഉണ്ടായി കഴിഞ്ഞാൽ ആ കാര്യത്തിൽ നമ്മൾ എന്ത് ചെയ്യും, സക്സസ് ചെയ്യുക തന്നെ ചെയ്യും. നമ്മളവിടെ എന്താണ്, അവിടെ വിക്ടറിയിൽ തന്നെ നമ്മൾ എന്ത് ചെയ്യും, നമ്മളവിടെ അവസാനിക്കും. അതാണ് ഈ ചാപ്റ്ററിൻ്റെ മെയിൻ തീം എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് ലക്ഷ്യം വേണം, ലക്ഷ്യത്തിന് സപ്പോർട്ട് ചെയ്യാൻ ആൾക്കാരും വേണം. ഓക്കെ, അപ്പോൾ ഈ ചാപ്റ്റർ കഴിഞ്ഞിട്ടുണ്ട്. ഇതിൻ്റെ ക്വസ്റ്റ്യൻ ആൻസർ സാർ അയച്ചു തരാം, നിങ്ങൾ എഴുതിയിട്ട് എന്ത് ചെയ്യണം, സാറിന് അയച്ചു തരണം. അതുപോലെ തന്നെ സ്കൂളിൽ നിങ്ങൾക്ക് ചാപ്റ്റർ മുന്നോട്ട് പോയിട്ടുണ്ടാവും എന്ന് കേട്ടിട്ടുണ്ടായിരുന്നു. ഇനി അടുത്ത് നമ്മൾ എടുക്കാൻ പോകുന്നത് ബാങ്ക് ദ ഡ്രം എന്ന് പറഞ്ഞൊരു ചെറിയ ഒരു എന്താ പറയുക, അത് ഒളിമ്പിക് മോജോ ആണ് കേട്ടോ. ഒളിമ്പിക് മോട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് അത് അടുത്ത ക്ലാസ്സിലെടുക്കാം. ഓക്കെ, എനിവേ ഹാവ് എ നൈസ് ഡേ. താങ്ക് യു.